നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ടോ, നിങ്ങളവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അതവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നൊരു റീഡിങ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ടും രേഖപ്പെടുത്തുക. കമൻറ്റിൽ നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ അഫർമേഷൻസ് എഴുതാൻ. അതുപോലെ തന്നെ റീഡിങ്സ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും തടസ്സങ്ങളുണ്ടെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്നതാണ് ഓരോ റീഡിങ്സുകളെന്നും മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു എന്നുള്ള എനർജിയിലേക്ക് നോക്കുമ്പം 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു റിലേഷനിൽ കുറച്ച് ബർഡൻ ഉണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും ഇത് വല്ലാത്തൊരു ഭാരമായിട്ട് ഒരു സമയത്ത് അവർക്ക് തോന്നി. എന്നാൽ ആ ഒരു ഫസ്റ്റ് സമയങ്ങളിലൊക്കെ നോക്കുമ്പം ഇത് നല്ലൊരു ഫയർ എനർജിയിൽ വളരെയധികം പോസിറ്റീവായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്ന ഫ്യൂച്ചർ പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെച്ചിരുന്ന ഒരു ബന്ധത്തിൽ ഒരു പകുതി ആയപ്പോഴത്തേനും ആ ഒരു എനർജി ഒരു ബർഡനായിട്ട് തീർന്നിരുന്ന സിറ്റുവേഷൻസും ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ നോ കോണ്ടാക്റ്റിലേക്ക് ഒരു പക്ഷേ സൈലൻ്റായിട്ട് ഈ ഒരു വ്യക്തി പിന്മാറിയ സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല സ്മൂത്തായിട്ട് നല്ല പ്രകാശത്തോടു കൂടി ബ്ലെസ്സിങ്സോടു കൂടി കടന്നുപോയ ബന്ധത്തിൽ ഒരു പകുതി ആയപ്പോഴത്തേനും ആ ഒരു എനർജിയിൽ ഒരു ബർഡൻ, ഒരു തടസ്സങ്ങൾ, ഒരു ഇറിറ്റേഷൻസുകൾ, കമ്മ്യൂണിക്കേഷൻ കുറവ് വരിക, അതുപോലെ തന്നെ ഒരു അകലം പാലിക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ്സ്, ഒരു പക്ഷേ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭാരം ഈ ഒരു ബന്ധത്തിൽ തോന്നിത്തുടങ്ങി. എവിടെയോ എന്തൊക്കെയോ ഒരു സംതിങ് റോങ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് റിലേഷൻ മാറിപ്പോയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒരു പേഴ്സൺ സൈലൻ്റായിട്ട് നിങ്ങളോട് ഒന്നും പറയാതെ ഒരു നല്ലതോ ചീത്തയോ ആകുന്ന ഒന്നും തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയ ചില വ്യക്തികളുടെ പ്രസൻസ് കൂടി നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ഇടയ്ക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകും. അതായത് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യേണ്ട, നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ള രീതിയിൽ കണക്റ്റ് ചെയ്യും. എന്നാലും ഒരു ഓപ്പൺ മൈൻഡ് ഇല്ല, അതൊരു പ്രസൻസ് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഹാപ്പിനെസ്സോ ഇല്ലാത്ത രീതിയിൽ ചില എനർജികൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇവർ ഒരു രീതിയിലും ഒന്നും ഇല്ലാത്ത, അതായത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ സഡൻ നിങ്ങളിൽ നിന്നും എസ്കേപ്പിംഗ് ചെയ്ത സിറ്റുവേഷൻസ്, സൈലൻ്റ് എനർജിയിലേക്ക് മാറിപ്പോയ സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ശരിക്കും ഒരു വല്ലാത്ത ബർഡൻ നിങ്ങൾ ചുമക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഒന്നിനെയും കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ നിങ്ങളുടെ മിസ്റ്റേക്കാണോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതാണോ, മറ്റൊരു സിറ്റുവേഷൻസ് ഇതിനകത്ത് കടന്നുകൂടിയതാണോ, നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ക്ലാരിറ്റിയും കിട്ടാതെ നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു ട്രാവലിംഗ്, ലൈഫ് ലോങ് കമ്മിറ്റഡ് എനർജി ആയിരുന്നു ഈ ഒരു ബന്ധത്തിനകത്ത് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നാലും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ചില വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരു നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാജഡി ഫീൽ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് പോലും നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ലാതിരുന്നൊരു റിലേഷനെയാണ് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും
ഒരു പിടി മുന്നിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്തതും വിശ്വാസം നൽകിയതും നിങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ നിന്നതും ഈ ഒരു റിലേഷൻ എനർജിയിലായിട്ടാണ് കാണുന്നത്. കാരണം ഇമോഷണലി നിങ്ങൾ ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായും പവിത്രതയോടുകൂടി കണ്ടിരുന്നതായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തിയതായിട്ടും അതുപോലെ തന്നെ വളരെയധികം ഇമോഷണൽ ബാലൻസോടുകൂടി, അതായത് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കി വായിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ബന്ധമായിട്ടുമാണ് നമുക്ക് എനർജിയിലെ പാസ്റ്റ് കണക്ഷൻസിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു ഈഗോയിസ്റ്റിക് എനർജിയുള്ള പേഴ്സൺ ആയിരുന്നു. ഈഗോ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ഒന്നും അങ്ങനെ പ്രകടമാക്കേണ്ട ആവശ്യമില്ലാത്ത വ്യക്തി. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഇമോഷൻസോ ബന്ധങ്ങളോ ഒന്നും അത്ര വലിയ വാല്യുബിളായിട്ട് കാണുന്ന ക്യാരക്ടർ എനർജി അല്ലായിരുന്നു. എല്ലാത്തിനെയും ഒരു മിതത്വത്തിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് അല്ലെങ്കിൽ ഒന്നിലും അഡിക്റ്റഡ് ആവാതെ കമ്മിറ്റഡ് ആവാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു ഭാരം അല്ലെങ്കിൽ ഇതൊരു മുന്നോട്ടേക്ക് പോസിറ്റീവ് അല്ല, ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ചില ചിന്തകൾ അവരിൽ കണക്റ്റഡ് ആയതാണ് നിങ്ങളിൽ നിന്ന് ഒരു പുറത്തു പോകാനുണ്ടായ കാരണവും കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ ആ ഒരു ചിന്തകൾ അവരിലേക്ക് 100% കണക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു സ്തംഭനാവസ്ഥ, ഒരു ബ്ലൈൻഡ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ചില ചിന്തകൾ ഉണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു, നിങ്ങൾ മിസ്യൂസിങ് ആണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള ഒരു തോന്നലും അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിനകത്ത് ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ കിടപ്പുന്നുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. എന്തിനാണ് നിങ്ങളെ ശരിക്കും സ്റ്റക്കാക്കിയത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണൊരു ഡാർക്ക് എനർജി, അതായത് ഒരു ഇരുട്ട് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വ്യക്തിയോട് ചോദിക്കാൻ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്, വല്ലാത്ത ഒരു ഭാരം പോലെ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വളരെയധികം ഇമോഷണലി, അതായത് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു സ്നേഹത്തിനൊരു വല്ലാത്ത ബ്ലെസ്സിങ്സ് ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് അവരെ വെറുക്കാനോ ശപിക്കാനോ ഒരു ശത്രുഭാവത്തിൽ അവരെ കാണാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചതൊന്നും കറക്റ്റ് അല്ല, നിങ്ങൾക്കിടയിലുണ്ടായ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഹൈഡ് എനർജികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് കാണിച്ചതിലൊന്നും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ആ ഒരു സമയത്തെ ബേസ് ചെയ്ത് മാത്രം നിലനിന്ന ബന്ധമായിരുന്നു, വാഗ്ദാനങ്ങളായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ തെടൈ ചക്ര നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഡ്യൂഷൻ പവറിലൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അപ്പോഴും ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലെ നന്മകളെ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച കുറേ പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾക്കൊരു ബാലൻസിങ് വന്നില്ല, അതായത് കറക്റ്റ് ദിശയിലേക്ക് ഈ ബന്ധം ഇന്നതായിരുന്നു അല്ലെങ്കിൽ ഈ ബന്ധം ഇന്ന രീതിയിലേ ഇത് പോകൂ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നില്ല. ഒരു ഇംബാലൻസിങ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവരോടുള്ള ആ ഒരു സ്നേഹം, അവരോടുള്ള ആ ഒരു ആത്മാർത്ഥത, ആ ഒരു വിശ്വാസം, അതെല്ലാം ഇപ്പോഴും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് ഇഷ്ടം, സ്നേഹം അവരിലേക്ക് ശരിക്കും കണക്റ്റഡ് ആകുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നതും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾ ഒരിക്കലും അവരെ ഒരു ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരോട് നെഗറ്റീവാണ് തിക്തമാകുന്ന ഒരു അനുഭവം അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ബന്ധം തന്നെയാണ് ഈ ഒരു റിലേഷൻ. അവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാൽ പ്രൊട്ടക്റ്റഡ് ആണെന്നും അവർ മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ തള്ളിപ്പറയുകയുമില്ല, ചീറ്റിംഗ് ചെയ്യുകയുമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ആ ഒരു പേഴ്സണ് സാധിക്കുന്നുണ്ട്. ഒരു സമാധാനമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആ പേഴ്സൻ്റെ ഓർമ്മകളെന്ന് തന്നെ പറയാം നമുക്ക് കേട്ടോ.
ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരുപാട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിനൊരർത്ഥമില്ല എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഇവിടെ കാർമിക് എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ചില സിറ്റുവേഷൻസുകളും ഒക്കെ ആ വ്യക്തിയിൽ ഒരു ഭയം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ ആ വ്യക്തിക്ക് ചെറിയ രീതിയിലൊരു ഉൾഭയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വല്ലാതെ ആൻസൈറ്റി നിലനിന്നതായിട്ട് കാണുന്നുണ്ട്. എവിടെയോ എന്തൊക്കെയോ സംതിങ് റോങ് ആകുന്ന ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എവിടെ നിന്നൊക്കെയോ നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളും ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യത്തെ ബേസ് ചെയ്തോ ആ വ്യക്തിയുടെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് മൂവ് ഓൺ ചെയ്യുക എന്നത് തന്നെ ആയിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. റീയൂണിയൻ പ്രസൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാര്യങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നത് മറ്റ് ചില ഉത്തരവാദിത്തങ്ങളിലേക്കോ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്കോ ആണ് എങ്കിൽ അതിലൊരു പൂർത്തീകരണം വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നൽകിയിരിക്കുന്ന ആ ഒരു പ്രതിജ്ഞാബദ്ധത, വിശ്വാസം അവരും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ടൊരു സെപ്പറേഷന് കൂടുതൽ കാരണമായത് പൊസസീവ്നെസ് ആണ് കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് ആ ഒരു വ്യക്തിയിൽ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഓവറായിട്ട് അഡിക്റ്റഡ് ആയതോ ആയ ചില സിറ്റുവേഷൻസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചും അവരുടെ പല കാര്യങ്ങളും അവർക്ക് മാറ്റി വെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധം നിങ്ങൾ എത്തിച്ചിരുന്നു. അതായത് നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു ഈ ഒരു റിലേഷനിൽ. അത് അവർക്ക് വല്ലാതെ ഒരു ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഒരു അസംതൃപ്തി ഫീൽ ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലോകം നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രം ക്രിയേറ്റ് ചെയ്ത് ഏത് ബന്ധങ്ങൾക്കാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ആരുടെയും ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലുക എന്നത് അത്ര നല്ലതല്ല. അപ്പം നിങ്ങളത് മറികടന്നു, അതിർവരമ്പ് കടന്ന് നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് കണക്റ്റ് ചെയ്ത് നിന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു കർമ്മ എനർജി കണക്റ്റ് ആകപ്പെട്ടു. അതായത് എന്താണോ നമ്മൾ ഓവറായിട്ട് അഡിക്റ്റഡ് ആവുന്ന, കണക്റ്റഡ് ആകുന്നത്, അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു തിക്ത അനുഭവം ഉണ്ടാകും. അത് ഏത് ബന്ധങ്ങളിലാണെങ്കിലും സിറ്റുവേഷൻസുകളിലാണെങ്കിലും എല്ലാം അത് സംഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്നു. അത് അവരെ സംബന്ധിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് വീർപ്പ് മുട്ടി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ അവർ മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു സ്വാതന്ത്ര്യമോ ഫ്രീഡമോ കൊടുത്തിരുന്ന് കാണില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ആ വ്യക്തിയെ അമിതമായി ഫോക്കസ് ചെയ്യുക, അമിതമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളും ചിലപ്പോൾ ഇതിനകത്ത് വളരെ ഫൈറ്റിംഗ് എനർജിയോട് കൂടി നിന്ന സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരെ കൂടുതലായിട്ട് മുറുകെ പിടിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചതുമെല്ലാം ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളും അവരുടെ പേഴ്സണാലിറ്റീനെ, അവരുടെ ഒരു ഡിസിപ്ലിൻ എനർജീനെ ബാധിച്ചതായിട്ടും അത് അവർക്കൊരു വിശ്വസ്തത നഷ്ടപ്പെട്ട പോലെ, അതായത് ഇത് അപകടകരമായി തീരുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ പോയതായിട്ടുമുള്ള എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് തോന്നിയ ആഴമേറിയ സ്നേഹമാണ് എല്ലാത്തിനും കാരണമാക്കിയത്. പക്ഷേ അത് അവരെ സംബന്ധിച്ച് അവർക്കതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധി പോലെ, തടസ്സം പോലെ, ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ മാറാൻ കാരണമായതായിട്ടും എനർജിയിലുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ചില ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ഒരു പക്ഷേ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടും അത്രത്തോളം നിങ്ങൾക്ക് പിടി തരാതെ വിട്ടു നിൽക്കുന്ന എനർജിയിലാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിലെ ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ അവർ ആസ്വദിച്ചു എന്നും നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ സ്നേഹവും പ്രസൻസും എല്ലാം അവർ ശരിക്കും ആസ്വദിച്ചിരുന്നു. പക്ഷേ എന്നാൽ തന്നെ അതിനൊരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്കതൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുകയും ഒരു സെപ്പറേഷനിലേക്കോ നിങ്ങളിൽ നിന്നും ചെറിയൊരു അകലം പാലിക്കുകയോ ചെയ്തതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും അവർ മുന്നോട്ടേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്.
എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ കർമ്മപരമായിട്ട് ചില കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചില പ്രശ്നങ്ങൾ, ഒരു പക്ഷേ അവരെന്തെങ്കിലും ഒരു സ്ട്രഗിൾ എനർജിയിലായിരിക്കാം കേട്ടോ. അവരുടെ ജീവിതത്തിൽ അവർ പ്രതിസന്ധികളെ നേരിട്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. ഒന്നിലധികം പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരെ മറ്റാരൊക്കെയോ കുറ്റപ്പെടുത്തുകയും അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ കുറച്ചൊന്ന് സ്ട്രെസ് എനർജിയിലൂടെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിലൂടെയും ചില നഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യമാണ് കാണുന്നത്. അതെല്ലാം ഈ ഒരു ബന്ധത്തിനകത്തൊരു ബ്ലോക്കേജിന് അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പേരൻസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയായിരിക്കാം ഏറ്റെടുത്ത് നടത്തുന്നത്. അവിടെ സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ ഇതൊരു സിംഗിൾ എനർജിയിലുള്ള വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊരു ഇമോഷണലി ചില കാര്യങ്ങളിലേക്ക് ലൈഫിലെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കണമെന്നുള്ള ചില തീരുമാനങ്ങളുമൊക്കെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം കറൻറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനുകൾ പോലെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് അവർ മറ്റാരോടൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് മറ്റാരോടൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സപ്പോർട്ടിങ്, നിങ്ങളുടെ ആ ഒരു നന്മ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഒരു ഇമോഷണൽ അബണ്ടൻസ് അതും അവർ ഫോക്കസ് ചെയ്യുന്നുമുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതവരുടെ ഉള്ളിൽ തട്ടി തന്നെ നിൽക്കുന്നുമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിനകത്ത് അവരൊരു പക്ഷേ ഇനി മുന്നോട്ടേക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ, അതായത് ഫോക്കസ് ചെയ്യാൻ തയ്യാറാകും എന്നുള്ള ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കേണ്ട സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചില സംസാരങ്ങളും കാര്യങ്ങളും അവരുടെ ഫാമിലിക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് അവരവിടെ അവതരിപ്പിക്കുന്ന സിറ്റുവേഷൻസുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സിംഗിൾ എനർജിയിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. പക്ഷെ അതവിടെ സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണേലും ഹങ്കഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർക്ക് നിരാശയുണ്ട് നിങ്ങളിൽ നിന്നും വിട്ട് നിന്നതിൽ, നിങ്ങളിൽ നിന്നും ഒരു എന്താ പറയുക, നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് വന്നതിലും മൂവ് ഓൺ ചെയ്തതിലും അവർക്ക് നിരാശയുണ്ട്. ഒരു ഇൻഡിസിഷൻ എനർജി, അതൊരു നല്ല ഡിസിഷൻ അല്ലായിരുന്നു എന്നും അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ചാൻസ് എനർജി അവർ മനസ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തന്നെയായിരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു ചാൻസ്, അതായത് അവർ തന്നെയായിരിക്കും എഫോർട്ട് എടുക്കുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നത്. ഒരു ഗുഡ് ന്യൂസ് പോലെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ആ ഒരു ബെർഡൻ, ഈ ഒരു റിലേഷൻ ഒരു ബെർഡൻ ആയിരുന്നു എന്നുള്ള ആ ഒരു തോട്ട്സിൽ നിന്നും അവർ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഇമോഷണലി ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ ഒരു ആഗ്രഹങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്ത് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി അവർ കാര്യങ്ങളെ കാണുന്നുണ്ട്. ആക്ഷൻ എടുക്കാനൊക്കെയുള്ള ഒരു വിൽ പവർ എനർജിയൊക്കെ അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടൊരു ലവ് എനർജിയാണ് ഇനി അവർ നിങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവുക. നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഇതൊരു ഓക്കെ അല്ല, നല്ലൊരു ബന്ധമല്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും അവരിതിനെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുമെന്നുള്ള എനർജി കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വിധി മാറുന്നു, മോശമായിരുന്ന നിങ്ങളുടെ ആ ഒരു വിധിയിൽ നിന്നും നല്ല ഒരു എനർജിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അവർ നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ്, അൺകണ്ടീഷണൽ ലവ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ശരിക്കും അവർക്കൊരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി, അവർ വല്ലാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ തെറ്റുകൾ ഓർത്തോർത്ത് അവർ പശ്ചാത്തപിക്കുന്ന സിറ്റുവേഷൻസും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വല്ലാതെ ഒരു പിരിമുറുക്കത്തിൻ്റെ എനർജിയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ ദുസ്വപ്നങ്ങൾ, നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ കേട്ടോ. ഓരോ നിമിഷങ്ങളിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട്. അവർക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നു. കാരണം എല്ലാ ദിവസവും അവർ നിങ്ങളെ സ്വപ്നം കണ്ട് ഉണരേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും അത് അവരെ ആഴത്തിൽ നിങ്ങളിലേക്ക് കണക്ട്
കണക്റ്റഡ് ആക്കുകയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പിരിമുറുക്കത്തിൽ നിന്നും പുറത്ത് കടന്നേ പറ്റൂ എന്നുള്ളതും, അവരിപ്പോൾ ഒരു ട്രാപ്പ് എനർജിയിലാണ്. അതായത് അവരെ ഏതൊക്കെയോ രീതിയിൽ പല തരത്തിലുള്ള നെഗറ്റീവാകുന്ന എനർജികളാൽ അവർ പൊതിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അതിൽ നിന്നും പുറത്ത് കടക്കണമെന്നുള്ള ഒരു വെമ്പൽ അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരൊരു കംഫോർട്ട് സോണിലാണെങ്കിലും അവരവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വല്ലാതെ അവരെ പിടിച്ച് ഇങ്ങനെ ആ ഒരു ജഡ്ജിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥ, അവരുടെ മനസ്സാക്ഷി അവരോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ ചീറ്റിംഗ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ശരിക്കുമുണ്ട്. അവർ തെറ്റ് ചെയ്തു, ഈ ഒരു ബന്ധത്തിൽ അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി എങ്കിൽ പോലും ഇവിടെ അവർ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം അവരെ പിടികൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ചൊക്കെ ഹാർട്ട് ബ്രോക്കൺ ആണ് അവരുടെ സിറ്റുവേഷൻസിൽ. അവർ വെല്ലുവിളി അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ജീവിതത്തിൽ. ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഒരു പകുതിയോളം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പകുതി ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു 50% അവർ നിങ്ങളിൽ കണക്റ്റഡ് ആകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു 50% അതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. എന്താകുമെന്നുള്ളൊരു ഭയം, ഒരു വെല്ലുവിളിയൊക്കെ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്. ജഡ്ജ്മെൻറ്റിങ് എനർജി എന്ന് പറയുന്നത് സക്സസ് ആണ് കേട്ടോ. ഈ ഒരു റിലേഷനിലേക്ക് അവർ തീർച്ചയായിട്ടും കണക്റ്റഡ് ആവും. കാരണം നിങ്ങളുടെ സ്നേഹം അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ആ ഒരു ക്ഷമയും സഹനവും എല്ലാം അവരുടെ ലൈഫിലെ അവരുടെ ആ ഒരു ഈഗോ എനർജി, അതല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പവർഫുള്ളായ ആ ഒരു സിറ്റുവേഷൻസിന്, അവരുടെ ആ ഒരു മനസ്സിനെ ഉരുക്കി കഴിഞ്ഞു. ഒരു മഞ്ഞുമല ഉരുകും പോലെ അവർ ഉരുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.